ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ശബ്ദമുള്ളടുത്ത് സകല പരിപൂർണതയുണ്ട്, അങ്ങയുടെ സകല ഫുൾനെസ്സും ഉണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു തിരുവനന്തപുരം പട്ടണത്തിന്റെ ഈ ഭാഗത്ത്, ഈ ഹാളിനകത്ത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത വെളിപ്പെടുന്ന നിമിഷങ്ങളായി നിമിഷങ്ങൾ മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റെന്തിനേക്കാട്ടിലും ഞങ്ങളത് കൊതിക്കുകയാണപ്പാ, മറ്റെന്തിനേക്കാട്ടിലും ഞങ്ങളത് ആഗ്രഹിക്കുന്നു, മറ്റെന്തിനേക്കാട്ടിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. അങ്ങയുടെ മഹത്വം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ഇത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ, സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിരിച്ച മുഖത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളെ നോക്കിയൊന്ന് പറയാൻ പറ്റുമോ, ഇത് നമ്മുടെ പ്രവചനത്തിന്റെ ദിവസമാണ്? ഒന്ന് പറഞ്ഞു, ഇത് നമ്മുടെ പ്രവചനത്തിന്റെ ദിവസമാണ്. Can you look at your neighbor and say, this is our day? ഇത് പ്രവചനത്തിന്റെ കാലമാണ്. This is prophetic era. ഇതൊരു പ്രവചനത്തിന്റെ കാലമാണ്. This is a prophetic era. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ 2020 പ്രവചനത്തിന്റെ കാലമായിരുന്നു? Do you believe that 2020 was a prophetic era? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ 2020 ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു? Do you believe that 2020 was in God's plan? അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക, 2021ലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. Then believe that when you step into 2021, something is going to be fulfilled in your life. ചിലർ പറഞ്ഞു 2020 പിശാച് വിഴുങ്ങിയ വർഷമാണ്. Some people said that 2020 was a year where devil devoured that year. പക്ഷേ HKയിൽ ഒരു ശബ്ദം ഉയരുന്നു, 2020 ചിലത് നിവർത്തിക്കുകയാണ്. But HK is declaring that 2020 something God is fulfilling in our life. ഇതിനകത്ത് ചിലർ പറയുന്നു 2020 ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. Inside HK some people are telling 2020 God is fulfilling. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ HKയുടെ കാഴ്ചപ്പാട് പറയുന്നു ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. In God's in the world's view they say that something is being destroyed, but HK says something is being fulfilled in 2020. ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് പറഞ്ഞ് ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. See, look at your neighbor and say something is being fulfilled. ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. Something is being fulfilled. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത് ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. No eye has seen, no ear has heard, such things are being fulfilled in your lives. കരമുയർത്തി ഹല്ലേലൂയ. Raise your hand and say hallelujah. Thank you Jesus. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. Today I believe that God's presence is in our midst. Hallelujah. Hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. Amen. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവിക സന്ദേശം. See, today I would like to share a word. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം ഒന്ന് എടുത്തേ. Everyone please take your Bible and take Matthew chapter 2. അതിന്റെ 17-ാമത്തെ വാക്യം മുതൽ താഴോട്ടൊന്ന് വായിക്കാൻ പറ്റുമോ? From verse 17. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 17-ാം അധ്യായം. Matthew chapter 2 verse 17. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായകയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. ഒരു നല്ല ആമേൻ പറയാമോ? ഒരു നല്ല ആമേൻ പറയാമോ? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്ന വചനം ഇതാണ്: ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. What I have to tell you is, because of this something is being fulfilled in your lives. ഈ ഞായറാഴ്ച നിങ്ങളോട് പറയാനുള്ള ഏകദൂത് ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. See, to this Sunday I want to share this revelation with you. Because of this something is being fulfilled in your lives. യെശയ്യായോട് ഇത് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അധരം തുറന്ന വചനത്തെ പറയാൻ പറ്റുമെങ്കിൽ പറയുക, ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. Open your mouth and say that because of ഇതിനാൽ this ചിലത് something is being നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. Hallelujah. വേഗത്തിൽ പറഞ്ഞു പോകാം. ഈ ഒരു അധ്യായം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം എല്ലാവർക്കും നമുക്കറിയാം. See, I would like to go faster. In this verse, you know the incidents behind this verse. സകലതും നമുക്ക് നല്ലതുപോലെ അറിയാം. See, we all know that. Amen. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ?
Anyone of you doesn't know this? നമുക്കറിയാം. ബൈബിൾ പറയുന്നു വലിയൊരു നിശബ്ദതയുടെ കാലശേഷം കഴിഞ്ഞ്. See, Bible says after a silent period, after a long silent period, ലോകം കാത്തിരുന്ന ഒരു പ്രവചനം ഉണ്ടായിരുന്നു. see, there was a prophecy which the world awaited. വർഷങ്ങളായി ലോകം കാത്തിരുന്ന ഒരു പ്രവചന ശബ്ദം ഉണ്ടായിരുന്നു. For years, the world waited for that prophecy. ഒരുപാട് പുരോഹിതന്മാർ കാത്തിരുന്നു. Many of the priests waited for that prophecy. ഒരുപാട് അഭിഷക്തന്മാർ കാത്തിരുന്നു. Many of the anointed people waited for the fulfillment of that prophecy. ഒരു നിശബ്ദതയുടെ നീണ്ട കാലം വരെ അവർ കണ്ടു. After they saw a long period of silence. പക്ഷേ ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, but after that period, ഒരു സഹോദരിയോട് ദൂതൻ വന്നിട്ട് പറയാണ്, നിനക്ക് കൃപ ലഭിച്ചു. To one sister, God came and said, you have found grace in his eyes. Hallelujah. ആ സഹോദരനോട് പറയാണ്, നിനക്ക് ഗ്രേസ് ലഭിച്ചിരിക്കുകയാണ്. To that sister, God said, to that person, God said, you have found grace. അതൊന്നും ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല. അതൊന്നും ഞാൻ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ഞാൻ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. I don't want to define all that. അതിനകത്ത് കൊടുത്തിരിക്കുന്ന 2-3 പദങ്ങളൊന്ന് പറയാം. See, I would like to share some words from that. ആ കാലഘട്ടത്തിൽ യോസഫും മറിയയും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ, in that period when Joseph and Mary was sitting in some place, യേശു കർത്താവ് ജനിച്ചു. Jesus was born. ജനിച്ചതിന് ശേഷം, after he was born, amen, ദൂതൻ വന്ന് യോസഫിനോട് പറയാണ്, ഇനി ഈ പട്ടണത്തിൽ നിന്നിട്ട് കാര്യമില്ല. Angel came and told Joseph, now no need to stay in this place, in this കാര്യം city. രാജാവ് നിന്നെ കൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. Because the king is trying to kill you. നിന്റെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. Because the king is trying to destroy your child. ഈ പട്ടണത്തിൽ ഇനി നിന്നിട്ട് കാര്യമില്ല. So no need to stay in this place. അതുകൊണ്ട് മറ്റൊരു പട്ടണത്തിലേക്ക് മാറണം. So you have to shift to another city. അവിടുത്തെ സാഹചര്യം പറയുന്നു, but the situation there says, യോസഫ് മരണത്തെ ഭയപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയാണ്. Joseph feared death and shifted to another city. പ്രവചനം കേട്ടത് സത്യമാണ്. Yes, he heard prophecy. ദൂതുകൾ കിട്ടിയത് സത്യമാണ്. Yes, he heard many prophecies. പക്ഷെ ദൂതൻ പറയുന്നു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. But angel said, no need to stay here. മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകണം. So you have to shift from there. യഥാർത്ഥത്തിൽ യോസഫ് മാറിയത് ഭയത്തിനകത്തുനിന്നാണ്. The reality is Joseph shifted from there because of fear. നമുക്ക് ഈ അധ്യായം മുഴുവനും അറിയാം, ഭയപ്പെട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യോസഫ് ഷിഫ്റ്റ് ആയി. In all over this chapter you can see because of fear they were shifting from that one city to another. പക്ഷേ അടുത്ത വാക്യം പറയുന്നു, but the next verse says, ഈ ഓട്ടം കണ്ടിട്ട് ഈ ഒരു ഒളിച്ചോട്ടം കണ്ടിട്ട് വാക്യം പറയുന്നു, seeing them eloping from there, another verse says, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയ യോസഫിനെ നോക്കിയിട്ട് അടുത്ത വാക്യം പറയുന്നു, seeing that Joseph who is running from one city to another city out of fear, ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. because of this something is being fulfilled. ഇന്ന് പകൽ ചോദ്യം, see, today I want to ask you one question. യോസഫ് കൊട്ടാരത്തിൽ കയറിയപ്പോഴല്ല പ്രവചനം നിവർത്തിക്കപ്പെട്ടത്. See, when Joseph was at king's palace, his prophecy was fulfilled, not when he was in king's palace. മാനിക്കപ്പെട്ടപ്പോഴല്ല പ്രവചനം നിവർത്തിയായത്. When he was honored, not when he was honored, his prophecy became fulfilled. മരണഭയം കൊണ്ട് ഒളിച്ചോടുമ്പോഴും ബൈബിൾ പറയുന്നു ചിലത് നിവർത്തിക്കുകയാണ്. When he was running out of fear of death, his prophecy was being fulfilled. ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടുമ്പോൾ ബൈബിൾ പറയുന്നു ചിലത് നിവർത്തിക്കുകയാണ്. When he was running from one place to another out of fear, his prophecy was being fulfilled. ലോകത്തിന്റെ കണ്ണിൽ ഇതൊരു ഒളിച്ചോട്ടമായിരിക്കാം. In world's eyes this it may looks like you are running out of fear. പക്ഷേ ദൈവത്തിന്റെ വ്യൂവിൽ ഇതൊരു നിവർത്തീകരണമാണ്. But in the view of God this is a fulfillment. ലോകത്തിന്റെ കണ്ണിൽ ഇതൊരു പരാജയമായിരിക്കാം. Maybe in the sight of world this is a failure. പക്ഷേ ഒരു തലമുറ പറയുന്നു ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. But a generation says something is being fulfilled. കർത്താവിന് നല്ല ആമേൻ പറ. Clap your hands and glorify God. 2020 നോക്കി ലോകം പറഞ്ഞു, ദേ ഇത് കൊറോണയുടെ വർഷമാണ്. Seeing 2020, the world says this year destroyed us. പക്ഷേ ഒരു തലമുറ പറയുന്നു ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. But one generation says because of this something is being fulfilled. ഒരു തലമുറ പറയുന്നു ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. One generation
of this, something is being fulfilled. ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. Because of this, something is being fulfilled. ഒരുപക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചതായിരിക്കാം. Maybe you have faced many problems. പക്ഷേ ഇന്ന് പകലിൽ നിങ്ങളോട് പറയാനുള്ള ദൈവിക ആലോചന. But today I would like to share God's word with you. പൊട്ടക്കിണറിനകത്ത് കിടന്നാലും When even if you are in a well, രാജകീയ പദവിയിലേക്കുള്ള എൻട്രൻസ് ആക്കി ദൈവം അതിനെ മാറ്റിയതുപോലെ God is going to lift you up in King's place. നിനക്കത് പൊട്ടക്കിണറായിരിക്കാം. Maybe you see that well. നിന്റെ സഹോദരങ്ങൾക്ക് അതൊരു പൊട്ടക്കിണറായിരിക്കാം. Maybe your brothers see that you are in that pit. പക്ഷെ എന്റെ ദൈവത്തിന് അതൊരു എൻട്രൻസ് ആണ്. But for your God, that He is going to lift you up into King's place. എന്റെ ദൈവത്തിന് അതൊരു രാജകീയ എൻട്രൻസ് ആണ്. See, for my God, that is the entrance to the palace. എന്റെ ദൈവത്തിന് പ്രവചനത്തിന്റെ വാതിലാണ്. That is for my God, that is a door towards your prophecy. എന്റെ ദൈവത്തിന് പ്രവചനത്തിന്റെ വാതിലാണ്. For my God, that is a door കരമടിക്കാൻ towards your പറ്റുമെങ്കിൽ prophecy. കരമടിച്ച ശബ്ദം ഉയർത്താൻ പറ്റുമെങ്കിൽ ശബ്ദം ഉയർത്തി. ഇന്ന് പകൽ ഇതൊരു പ്രവചനത്തിന്റെ കാലമാണ്. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടപ്പാൻ സാധ്യമല്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാൻ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ തുറന്നിടുമേ തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ, അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. ഹല്ലേലൂയ. ചേർന്ന് ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊരു പ്രവചനമാണ്. This is a prophecy. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത, എന്റെ ദൈവം പ്രവചനങ്ങളുടെ ദൈവമാണ്. See, the specialty of my God is the God of prophecies. അധരം തുറന്നു പറ, എന്റെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ പ്രവചനങ്ങളുടെ ദൈവമാണ്. See, open your mouth and say, my God's specialty is my God is the God of prophecies. നിങ്ങളായിരിക്കുന്നത് ഒരു പ്രവചനത്തിലാണ്. You are in a prophecy. ഒരു നല്ല ആമേൻ പറഞ്ഞാൽ. Say an amen. ശബ്ദം ഉയർത്തി ഒരു നല്ല ആമേൻ പറഞ്ഞാൽ. Raise your voice and say amen. യോസഫ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടുകയാണ്. Joseph was running from one place to another place. ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഭയം ഓടുകയാണ്. He couldn't stay there, so he was running. Because of fear, he was running to another place. ആ സമയത്തും ബൈബിൾ പറയുന്നു ചിലത് നിവർത്തിക്കപ്പെടുന്നു. In that time, Bible says something is being fulfilled. ലോകം മുഴുവനും ക്രൂശിനെ നോക്കി പറഞ്ഞു, ദേ പരാജയം. See, everyone looked at cross and said it is a failure. ലോകം മുഴുവനും പറഞ്ഞു 3.5 വർഷം കൊണ്ട് ശുശ്രൂഷിച്ച ശുശ്രൂഷകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കുന്നു. See, the world said that all his ministries which he had done with 3.5 years all became wasted. ലോകം പറഞ്ഞു 3.5 വർഷം കൊണ്ട് ശുശ്രൂഷിച്ച സകല അത്ഭുതം ഈ ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കുകയാണ്. See, the world said that all those miracles he had done within that 3.5 years, it has come to an end. പക്ഷേ ബൈബിൾ പറയുന്നു ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. Bible says because of that something മനസ്സിലാകുന്നുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ. Those people who can understand that shout and hallelujah to the God. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതൊരു തകർച്ചയായിരിക്കാം. In the view of God, maybe that is a destruction. പക്ഷെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ചിലത് നിവർത്തിക്കുകയാണ്. But in the view of God, it is a fulfillment. കരമുയർത്തി ഹല്ലേലൂയ. Amen. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. In the view of God, something is being fulfilled.
നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടില്ല കർത്താവേ എന്തുകൊണ്ടാണ് 2020 നീ നിശബ്ദനായിരിക്കുന്നതെന്ന്? Many times we have asked God, no, why is it like this in 2020? എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട് പ്രതികൂലമൊക്കെ ഞങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും ആഞ്ഞടിക്കുന്നതെന്ന്? Why is so much persecution in our lives? പക്ഷെ നിങ്ങൾക്കറിയാമോ, ബൈബിൾ പറയുന്നു അവൻ നിന്നെ അവന്റെ കരത്തിൽ വരച്ചിരിക്കുകയാണ്. See, but Bible says he has drawn you in his hand. ബൈബിൾ പറയുന്നു നിന്റെ തലയിൽ നിന്നൊരു മുടി പൊഴിയണമെങ്കിൽ ദൈവം അനുവദിക്കണം. Even if a hair has to fall from your head, he should allow that. ഒന്നുകൂടെ പറഞ്ഞാൽ എല്ലാത്തെയും നിയന്ത്രിക്കുന്നവനാണ് എന്റെ ദൈവം. See, my God is in control of everything. ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ലെന്നേ. Without his knowledge, nothing will happen in our lives. അപ്പോഴാണ് ചിലർ പറയുന്നു 2020 ദൈവം നിശബ്ദനായിരിക്കുന്നു. അപ്പോഴാണ് നമ്മളൊക്കെ പറഞ്ഞത്, നമ്മളിൽ പലരും പറഞ്ഞത് 2020 എന്റെ പ്രാർത്ഥന കേൾക്കാതെ ദൈവം നിശബ്ദനാണ്. See, that is because of that only many of us said that in 2020 God is silent to my prayers. അപ്പോഴൊക്കെയാണ് ലോകം പറഞ്ഞത് എന്റെ ദൈവം ഒന്നും ചലിക്കുന്നില്ലല്ലോ. See, that is why world also said God is not moving. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, but what I understand is ഏറ്റവും വലിയ നിശബ്ദത വെളിപ്പെട്ട സ്ഥലത്താണ് ഏറ്റവും വലിയ പ്രവൃത്തി നടന്നത്. See, when in the midst of great silence only great miracles, great works of God will happen. ഏറ്റവും വലിയ നിശബ്ദത വെളിപ്പെട്ട സ്ഥലത്താണ് ഏറ്റവും വലിയ ദൈവിക ചലനം നടന്നത്. In the midst of great silence only great work of God happened. ചിതറിപ്പോയ ശിഷ്യന്മാരെ നോക്കി ലോകം പറഞ്ഞു ദേ അവർ അവസാനിച്ചു, അവർ നിശബ്ദരാണ്. See, seeing the disciples of Jesus, the world said that everything has come to an end. പക്ഷെ അവരറിഞ്ഞില്ല ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയുന്നവർ അകത്ത് അവന്റെ നിശബ്ദതയ്ക്കകത്ത് ചിലതുണ്ട്. But the world didn't know that they are in making of the apostles, which is going to turn the അവന്റെ world upside നിശബ്ദതയ്ക്കകത്ത് ചിലതുണ്ട്. down. In their silence something is there. കരമുയർത്തി ഹല്ലേലൂയ, Hallelujah. അവന്റെ നിശബ്ദതയ്ക്കകത്ത് ചിലതുണ്ട്. In their silence something's there. ഒരു നല്ല ആമേൻ പറഞ്ഞേ. Say an amen. നല്ല ആമേൻ പറഞ്ഞേ. Say an amen. നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിനകത്ത് ദൈവം നിശബ്ദനാണെങ്കിൽ, See, in any of your problems, if you feel like God is silent, നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ നിശബ്ദത നിങ്ങൾ കണ്ടെങ്കിൽ, in any of your prayer requests you have seen the silence of God, ഇന്ന് പകൽ ഈ വചനം കൊണ്ട് ഞാൻ പറയുന്നു അതിനകത്ത് ചിലത് നടക്കുകയാണ്. using this word I am telling you, I am prophesying to you that something is going to happen. നിന്റെ അറിവില്ലാതെ ചിലത് നടക്കുകയാണ്. Without your knowledge something mighty is going to happen. അതിനകത്ത് നിന്റെ അറിവില്ല. അതിനകത്ത് നിന്റെ അറിവില്ല. Without your knowledge, അതിനകത്ത് നിന്റെ ഒരു ബുദ്ധി ഇല്ല. without your intelligence, അതിനകത്ത് ചിലത് നടന്നുകൊണ്ടിരിക്കുകയാണ്. something is taking place in those ആ problems. കരമെടുത്ത് ശിരസിൽ വെച്ചിട്ടൊന്ന് പറഞ്ഞേ അവന്റെ നിശബ്ദതയിൽ ചിലത് നടക്കുകയാണ്. Put your hands on your head, upon your head and say, in his silence something mighty is happening in my life. വലിയ തകർച്ചകൾ നടക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര നോയ്സ് ഉണ്ടാകാറുണ്ട് അല്ലേ? See, when great destructions happens, it will make so much noise. വളർന്നു നിൽക്കുന്ന വൃക്ഷം അതിനെ വെട്ടി താഴെ ഇട്ടാൽ അതിനകത്തൊരു ശബ്ദമുണ്ട്. See, when we cut down a grown up tree, it will make a huge noise. ഉയർന്നു നിൽക്കുന്ന പലതും ഇടിയപ്പെടുമ്പോൾ അതിനകത്ത് ശബ്ദം വെളിപ്പെടാറുണ്ട്. See, when something great or some big things are falling down, then it will make some noise. എല്ലാ ഡിസ്ട്രക്ഷൻ അകത്തും ഒരു വോയിസ് ഉണ്ട്. In every destruction there will be a noise. പക്ഷെ ക്രിയേഷൻ പലപ്പോഴും നിശബ്ദമായിരിക്കും. But the creation will be very silent. സൃഷ്ടി പലപ്പോഴും നിശബ്ദമായിരിക്കും. Creation will be very silent. തകർച്ച വരുമ്പോൾ ശബ്ദത്തോടെ വരുമെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക ചിലത് ഉളവാകുകയാണ്. Believe that something is forming in your life. അവന്റെ നിശബ്ദത പറയുന്നു ചിലത് ഉളവാകുകയാണ്. Silence says something is being formed in your life. അവന്റെ നിശബ്ദത പറയുന്നു ചിലത് ഉരുവാകുകയാണ്. Silence says something is being formed in your life. 2021 നിങ്ങൾ കടക്കുമ്പോൾ When you enter into 2021, ചിലത് സൃഷ്ടിക്കപ്പെടുകയാണ്. something is being ചിലത് created in your സൃഷ്ടിക്കപ്പെടുകയാണ്. life. ചിലത് സൃഷ്ടിക്കപ്പെടുകയാണ്. കരമടിച്ചു കർത്താവിന് ചിലത് സൃഷ്ടിക്കപ്പെടുകയാണ്. Something is being created.
നിവർത്തിയായി നിവർത്തിയായി ശബ്ദമുയർത്തി നിവർത്തിയായി 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 ക്രൂശിൽ കേട്ട യേശുവിൻ അന്ത്യമൊഴി അതു കേട്ടാൽ നരകത്തിൽ നിലവിളി ക്രൂശിൽ കേട്ട യേശുവിൻ അന്ത്യമൊഴി അതു കേട്ടാൽ നരകത്തിൽ നിലവിളി തെറ്റലസ്റ്റാ 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 മൂന്നാണികൾ തൂങ്ങി കിടന്നതും മുഴുപാവത്തെ ക്രൂശിൽ വഹിച്ചതും മൂന്നാണികൾ തൂങ്ങി കിടന്നതും മുഴുപാവത്തെ ക്രൂശിൽ തളച്ചതും തെറ്റലസ്റ്റാ 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 നിവർത്തിയായി 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 ചിലത് നിവർത്തിക്കപ്പെടുകയാണ്. Something is being fulfilled in your lives. അധരം തുറന്നൊന്ന് പറഞ്ഞ് ചിലത് നിവർത്തിക്കപ്പെടുക. Open your mouth and say something is being fulfilled. ഏതൊരു തകർച്ചയും ശബ്ദത്തെ വെളിപ്പെടുത്തുമെങ്കിൽ, See, if any kind of distractions will make a noise, ഏതൊരു ക്രിയേഷനും സൈലന്റ് ആയിരിക്കും. see, all the creation will take place in silence. ഒരു നല്ല ആമേൻ പറഞ്ഞേ. Say an amen. ഇത് ദൈവത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. This is the principle of God. ഒരു നല്ല ആമേൻ പറഞ്ഞേ. ബൈബിളിൽ എവിടെയൊക്കെ ദൈവം നിശബ്ദനായിട്ടുണ്ടോ, Wherever God was silent in Bible, അവിടെയൊക്കെ സംസാരിക്കുന്ന ദൈവത്തെക്കാട്ടിലും നിശബ്ദനായ ദൈവത്തെയാണ് ലോകം അത്ഭുതമെന്ന് വിളിച്ചത്. see, in all those places, more than the God who were speaking, the silent God, the world saw many miracles. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെക്കാൾ അപകടകാരിയാണ് നിശബ്ദനായ ദൈവം. See, the silent God is more dangerous than the God who were speaking. ഒരു നല്ല ആമേൻ പറഞ്ഞേ. Say an amen. ഇതേപോലൊരു നിശബ്ദത ക്രിയേഷന്റെ സമയത്ത് വെളിപ്പെട്ടു. See, in the time of creation also a great silence was there. വലിയൊരു നിശബ്ദത വെളിപ്പെട്ടു. A great silence. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് വലിയൊരു നിശബ്ദതയാണ്. In Genesis chapter 1, you can see that silence. പിതാവ് പറഞ്ഞു, ആമേൻ, വെളിച്ചമുണ്ടാകട്ടെ. See, God said, let there be light. വെളിച്ചം അവിടെ വെളിപ്പെട്ടു. And the light was there. ചില നാളുകൾ അതിന്റെ ഇടയ്ക്കുള്ള വാക്യങ്ങളിൽ മറ്റൊരു ചലനമില്ല. See, in some verses there were nothing, we can see nothing there. ആ വാക്യത്തിന്റെ പഠനം പറയുന്നു, ചില നാളുകളിൽ ഒരു ശബ്ദവും പിന്നത്തതിലില്ല. In some time period there were God spoke nothing. വലിയൊരു നിശബ്ദത. Great silence. ബൈബിൾ പറയുന്നു, ആ വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് നടന്നുകൊണ്ടേയിരുന്നു. That the Bible says Holy Spirit was hovering above the waters. നമ്മൾ ഒരു സ്ഥലം മേടിച്ച് ആ സ്ഥലത്ത് വീട് വെക്കാൻ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ, See, when we buy a land, when we buy a plot of land, we will set everything to build a house there. നമ്മൾ പെട്ടെന്ന് അതിന്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. We will move all the things fast. ഒരു സൈലന്റ് പീരിയഡ് നമ്മള് മനഃപൂർവ്വമായിട്ട് ഒരു സൈലന്റ് പീരിയഡ് അതിനകത്ത് വെക്കത്തില്ല. See, we won't deliberately, we won't keep a silent period. മനഃപൂർവ്വമായിട്ട് കുറച്ച് സൃഷ്ടിച്ചിട്ട് പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുകയല്ല. Deliberately we won't keep silent by creating something and then we will stop it. Deliberately we won't do that. എങ്ങനെയും നമ്മൾ അതിന്റെ പണി തീർക്കും. Somehow we will try to finish that work. അപ്പോഴാണ് നമ്മുടെ വാക്യം പറയുന്നു, ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന്റെ അടുത്ത വാക്യങ്ങളിൽ ദൈവം നിശബ്ദനാണ്. See, but in Bible we can see that the God said let there be light, and in the next verses God was very silent. ഒരു ചലനവും ഇല്ല. No movement. അപ്പൊ മാറി നിന്ന് ചിലര് പറയാണ്, but seeing that some people are saying,
ഇത്രയും വലിയ ശബ്ദമൊക്കെ വെളിപ്പെടുത്തിയിട്ട് ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. After making so much noises, you revealed something and now nothing is visible. വെളിച്ചമുണ്ടാകട്ടെ എന്ന പദം വന്നപ്പോ പിശാചെന്ന് ഞെട്ടി. ഇനിയും എന്തെങ്കിലും ഇതിനകത്ത് നടക്കും. Satan trembled when he heard that let there be light. അപ്പോഴാണ് പിന്നത്തെ നോക്കുമ്പോ പറയും ദൈവം ഒന്നും മിണ്ടുന്നില്ല. But the next verse says God was silent. പിശാച് പറഞ്ഞു എന്തോ ഞാൻ വലുതെന്തൊക്കെയോ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ. Satan said, I expected something great, but nothing is happening there. പക്ഷെ അവൻ അറിയത്തില്ല അതിനകത്ത് ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ ഒരുവന്റെ നടത്തത്തിന്റെ ശബ്ദം അതിനകത്തുണ്ട്. But Satan doesn't know when you listen carefully, you can hear the footsteps of ലോകം one പറഞ്ഞു person. ദൈവം നിശബ്ദനാണ്. See, God said, the world said God is silent. പക്ഷെ ശ്രദ്ധിച്ചൊന്ന് കേട്ടു നോക്കിയാ But listen carefully. അതിനകത്തൊരു കാലച്ചോയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. You can see the sound of a footsteps. ആരോ നടക്കുന്ന ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റും. You can hear the sound of someone walking. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ അത് നിശബ്ദതയാണെങ്കിൽ പോലും In the view of the world, it is silence. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും In the view of world, maybe they say that nothing is taking place. ആരോ ഒരാൾ അതിനകത്ത് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യുകയാണ്. Someone is doing something in the midst of that silence. അതൊരു ഹിഡൻ ഏരിയ ആണെങ്കിൽ പോലും, അതൊരു ഹിഡൻ മേഖലയാണെങ്കിൽ പോലും That is a hidden area. അതിനകത്ത് ചിലതൊക്കെ നടക്കുകയാണ്. Something is taking place there. ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ ഈ ശബ്ദം പറയുമ്പോൾ Today, I would like to share a word with you. ഞാൻ ഉറപ്പ് പറയാം, ഈ നിശബ്ദതയുടെ കാലഘട്ടത്തിലും നീ അറിയാത്ത ചിലത് ഉരുവാകാൻ പോകുകയാണ്. Assuredly, I say to you, in this midst of this silent period also, something is taking place in your lives. നമ്മൾ ആരും അത് കണ്ടിട്ടില്ല. We haven't seen that yet. നമ്മൾ ആരും അത് അനുഭവിച്ചിട്ടില്ല. We haven't experienced that yet. പക്ഷെ 2021 നിനക്ക് വേണ്ടി ചിലത് സൃഷ്ടിക്കപ്പെടും എന്ന് ഞാൻ But in പറഞ്ഞാൽ 2020, something is going to happen in your lives. അയ്യോ ബ്രദർ, അത് സാധ്യതയില്ല. Ayyo brother, there is no possibility for അത് that. നടക്കാൻ വലിയ സാധ്യതയില്ല. There is no possibility. കാര്യം 2020 ഞങ്ങൾ കണ്ടത് വലിയ നിശബ്ദതയാണ്. Because in 2020 we saw a great silence. ആമേൻ. ഇന്ന് അഭിഷക്തൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കഷ്ടതയ്ക്കകത്താണ് ഞാൻ ശക്തനാകുന്നത്. As pastor said today, in all my tribulations only I saw ഏറ്റവും വലിയ this great silence. നിശബ്ദതയ്ക്കകത്താണ് നീ ആരാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നത്. In the great silence, the midst of great silence only God is going to revealing who you are. ഫറവോന്റെ ഹൃദയത്തെ കർത്താവ് കഠിനമാക്കി. See, God hardened the heart of Pharaoh. ദൈവത്തിന് വേണമായിരുന്നെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഷടേപടേന്ന് ചെയ്ത് എല്ലാം അവിടെ തീർക്കുമായിരുന്നു. If God wants, then He can move everything so faster there. എവിടെയോ കിടന്ന മോശ ഈ നിയോഗമേൽപ്പിച്ച് മിസ്രൈമിൽ വിടുമ്പോൾ See, when God sent Moses to Egypt, മോശയോട് പറയാണ് നീ പോകണം, ഫറവോനോട് സംസാരിക്കണം, പക്ഷെ അവന്റെ ഹൃദയത്തെ ഞാൻ കഠിനമാക്കും. He said, Moses, see, you have to go and talk to Pharaoh, but I will harden his heart. ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കും. I will harden his heart. എവിടെയോ കിടന്ന മനുഷ്യനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി ഇതെല്ലാം ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പറയാണ് നീ പോയിക്കോ, കാര്യം ശരിയാണ്, പക്ഷെ ആ വാതിൽ ഞാൻ അടയ്ക്കും. See, Moses was somewhere in the wilderness. The God brought him there, and God is telling, I am going to harden his heart. നീ മിസ്രൈമിൽ ഇന്നോ കാര്യം ശരിയാണ്, പക്ഷെ അവിടത്തെ വാതിൽ ഞാൻ അടയ്ക്കും. See, you be in Egypt, but I will close the door. സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. In Psalms, one verse is there. അവൻ മുൻപും പിൻപുമായി അവൻ എന്നെ അടച്ചു. See, from behind and in front, God closed everything. അവന്റെ കരം എന്റെ ശിരസിൽ ഒരു ഭാരമായി വെച്ചു. See, upon his head, his hand was like a burden. അടുത്ത വാക്യം പറയുന്നു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. ആമേൻ. ഒരു നല്ല ആമേൻ പറഞ്ഞു. Say an amen. ഒരു നല്ല ആമേൻ പറഞ്ഞു. Say an amen. അടയപ്പെട്ട വാതിലിനെ നോക്കി പറയുന്നു, ഇതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്. See, looking at the closed doors, I am saying there is a movement taking place inside. തലയ്ക്ക് മീതെ വലിയ ഭാരം ഇരിക്കുകയാണ്, പക്ഷെ പറയുന്നു ഇതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്. Maybe there is a great burden upon your head, but I am saying there is a great ഒന്ന് പറഞ്ഞേ, മുൻപും പിൻപും അവൻ എന്നെ അടച്ചാലും maybe even if he closed me from behind, അതിനകത്തൊരു മർമ്മമുണ്ട്. there is a mystery. കരമടിച്ച കർത്താവിനാമേ പറ. അതിനകത്തൊരു മിസ്റ്ററി ഉണ്ട്. അതിനകത്തൊരു മർമ്മമുണ്ട്. There is a mystery inside that. ഷൽബറ ധൽബറ ധേരിയ മസഖ.
താങ്ക് യു ജീസസ്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, അതിനകത്തും ദൈവത്തിന്റെ മർമ്മമുണ്ട്. Inside that also God's mystery is there. ഒരു നല്ല അവൻ പറഞ്ഞു. ദാവീദ് പറയാണ്, എവിടോട്ട് തിരിഞ്ഞാലും എനിക്ക് പോകാൻ പറ്റില്ല, 4 സൈഡും അവൻ കവർ ചെയ്ത് അടച്ചു. See, David says that I can't move any more further because from 4 sides he has closed. ഒരു സ്ഥലത്തോട്ടും ചലിക്കാൻ പറ്റുന്നില്ല. I can't move any more further. 4 സൈഡ് നോക്കിയാലും അടയപ്പെട്ട മേഖലയാണ് കാണുന്നത്. 4 sides I am seeing closed doors. അതും പോരാതെ അവന്റെ കരം എന്റെ ശിരസിൽ ഒരു ഭാരമായി അവൻ വെച്ചു. More than that, his hand is like a burden upon my heart. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ചലനമില്ലാതെ എന്ത് ചെയ്യണോന്നറിയാതെ മനുഷ്യൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. In one word I can say, without any movement he is being trapped there. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ പറയുന്നു, But in that situation he says, ഈ പരിജ്ഞാനത്തിനകത്ത് എന്തൊക്കെയോ ഉണ്ട്. but in this wisdom there is something there. ഈ പരിജ്ഞാനത്തിനകത്ത് എന്ത് അത്ഭുതമാണ്. Some miracles is there in these closed doors. ഒരു നല്ല ആമേൻ പറഞ്ഞേ. Say an amen. ഈ പരിജ്ഞാനത്തിനകത്ത് എന്തോ ഉണ്ട്. Something is there. മോശയോട് ദൈവം പറഞ്ഞു, നീ അവിടെ പോയി നിൽക്കണം. God told Moses, you have to go and stand there. നീ അത്ഭുതങ്ങൾ ചെയ്യണം. You have to do ministry. പക്ഷെ ഒരു കാര്യമുണ്ട്. But one thing is there. അവന്റെ ഹൃദയത്തെ ഞാൻ കഠിനമാക്കും. I will harden his heart. ഒരു നല്ല ആമേൻ പറഞ്ഞു. Say an amen. ഒരു നല്ല ആമേൻ പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും മേഖലയിൽ അടയപ്പെട്ട വഴികൾ നിങ്ങൾ കണ്ടാൽ, in any of the areas of your life, if you have seen any ways closed, ഏതെങ്കിലും മേഖലയിൽ അടയപ്പെട്ട വാതിലുകൾ നിങ്ങൾ കണ്ടാൽ, if you have seen any closed doors in any area of your life, അടയപ്പെട്ട വാതിലിനെ നോക്കി പറ, ഇതിനകത്ത് എന്തൊക്കെയോ മിസ്റ്ററി മറന്നിരിക്കുകയാണ്. looking at that closed doors, you have to prophesy some mysteries hiding inside that closed door. 2020 സകല ഏരിയയും അടയപ്പെട്ടു. 2020 all the doors were closed. രാജ്യങ്ങൾ മുഴുവനും ലോക്ക്ഡൌൺ. All over the world nations were completely under lockdown. ലോക്ക്ഡൌൺ നിൽക്കുന്ന ആ ഡോറിനെ നോക്കി ഞങ്ങൾ പറയുന്നു, seeing that locked doors, we are prophesying, ഇതിനകത്ത് അവന്റെ പരിജ്ഞാനമുണ്ട്. behind these locked doors, ഇതിനകത്ത് അവന്റെ മർമ്മമുണ്ട്. ഇതിനകത്ത് ചില സീക്രട്സ് ഉണ്ട്. കരമടിച്ച കർത്താവിനാമേ പറ. ഓം ശിരധേരേ ശൽബാബാധരം സനധേരേ ദിയാധോരോ. ഓ ജീസസ്, ഓ ജീസസ്. 2020 ലോക രാജ്യങ്ങൾ കണ്ടത് അടയപ്പെട്ട വാതിലാണെങ്കിൽ, in 2020 the world all the countries saw closed doors. ഡിസംബർ മാസം വരെ നമ്മൾ കണ്ടത് ക്ലോസ്ഡ് ഡോർ ആണെങ്കിൽ, till December we saw closed doors. ഡിസംബർ വരെ നമ്മൾ കാണുന്നത് ഒരു സാധ്യതയും ഇല്ല എന്നാണെങ്കിൽ, see till December we heard that there is no more possibilities. മനസ്സിലാക്കുക, ഇതിനകത്ത് എന്തൊക്കെയോ കർത്താവ് മാറ്റി വെച്ചിട്ടുണ്ട്. see you understand that there is something God is going to reveal. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഒരു കുടുംബത്തെ കർത്താവ് ലോക്ക് ചെയ്ത ഒരു പെട്ടകത്തിനകത്ത് കയറ്റി നിർത്തി. see in Genesis we can see that God locked Noah in an ark. ഒരു പെട്ടകത്തിനകത്ത് ആ ഫാമിലിയെ കർത്താവ് നിർത്തി. see God locked Noah and his family inside that ark. ആ പെട്ടകത്തിനകത്തിരിക്കുമ്പോൾ പൈശാചിക ലോകം പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? see when he was inside that ark, see what Satan told is, വലിയ കാര്യത്തിൽ ദൈവം ഒരു സൃഷ്ടി നടത്തി, അതിനകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചു, അതിനകത്ത് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തത് സത്യമാണ്. പക്ഷെ എല്ലാത്തെയും നശിപ്പിച്ചിട്ട് ഒരു കുടുംബത്തെ മാത്രം വെച്ച് അതിനെ അടച്ചു വെച്ചിരിക്കുകയാണ്. see what Satan told was, see God has created mankind and then he is going to destroy that, but he is hiding a family inside that ark. ദൈവം തന്നെ സകലം സൃഷ്ടിച്ചു, ദൈവം തന്നെ സകലതും ഇല്ലാതാക്കി, അതിനകത്ത് ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് ഒരു ഫാമിലി അതിനകത്ത് പൂട്ടിയിട്ടു. God created everything, then God destroyed everything, but God kept a family inside that ark. അപ്പൊ പിശാചു പറഞ്ഞു, എല്ലാം അവസാനിച്ചു. Satan said everything is finished. എല്ലാം അവസാനിച്ചു. Everything is finished. എല്ലാം ക്ലോസ്ഡ് ആയി. Everything is closed. പക്ഷെ ആ മരമണ്ടൻ ഒരു കാര്യം അറിയത്തില്ല. But that fool doesn't know one thing. അടുത്ത ഭൂമിയെ മുഴുവനും നിറയ്ക്കാൻ കഴിയുന്നതിനെ അകത്ത് നിർത്തിയച്ചാണ് അവൻ നിശബ്ദനായത്. God became silent by keeping one family inside enough to fulfill all over the earth. അവൻ അറിയത്തില്ല ലോകത്തെ മുഴുവനും നിറയ്ക്കാൻ കഴിയുന്ന ചിലതിനെ അകത്ത് ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. He
doesn't know that God has locked something inside which is enough to fulfill all over the earth. ബൈബിൾ പറയുന്നു പുതിയൊരു യുഗത്തിന്റെ ആരംഭം വെളിപ്പെട്ടതുപോലെ. Bible says it was the starting of a new era. ഒന്ന് പറഞ്ഞു 2020 ഒരു യുഗം തുറക്കപ്പെടുകയാണ്. 2021 ഒരു യുഗം തുറക്കപ്പെടുകയാണ്. ഏകദേശം ഒരു വർഷത്തോളം ആ മനുഷ്യൻ അതിനകത്തായിരുന്നു. See, almost for an year he was inside. ഒരു വർഷത്തിന് അടുപ്പിച്ച് ആ മനുഷ്യനകത്തായിരുന്നു. Almost close to an year he was inside. അതിനകത്ത് ലോക്ക്ഡൌൺ കിടന്നു. He was locked inside. എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. He can't move anywhere. എന്തു ചെയ്താലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അകത്തിരുന്ന് തന്നെ ചെയ്യണം. If he have to do something also, he have to sit inside and do. ആ മനുഷ്യന്റെ ഏക ആശ്രയം പ്രാർത്ഥനയാണ്. His only resort is prayer. കുറച്ച് മൃഗങ്ങളും അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാം അകത്തിരുന്ന് ലോക്ക്ഡൌൺ. Some animals and all his family is locked inside. 2020 ഭാഷ പറഞ്ഞ വലിയൊരു ലോക്ക്ഡൌൺ വന്നു. See, in 2020 in the month of March a great lockdown came. വെളിയിലോട്ട് പോയാൽ ജീവൻ പോകും. See, if we go outside our life gone. അകത്തിരിക്കാതെ വേറെ നിവൃത്തിയില്ല. See, there is no other way other than to stay inside. ഒന്നുകൂടെ പറഞ്ഞ ഒരു വർഷത്തിന് അടുപ്പിച്ച് ആ മനുഷ്യൻ ലോക്ക്ഡ് ആയി ഒരു റൂമിനകത്തിരിക്കുകയാണ്. About close to an year he was locked inside in a room. 2020 ആരംഭ നിമിഷം മുതൽ In the beginning of the 2020 itself. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ കർത്താവേ എന്തിനാ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നതെന്ന്. See, we have asked God many times, why God you have locked us inside. പല പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ കർത്താവേ എന്തിനാ ഇത്രയും വലിയൊരു ലോക്ക്ഡൌൺ എന്ന്. Why God this much of big lockdown. കർത്താവേ ഇങ്ങനെ എന്നെ പൂട്ടിയിട്ടേക്കുന്നതെന്ന്. Why God you have locked us inside. ഇന്ന് അതിന്റെ ആൻസർ ആണ്. Today is the answer of that. ഒരു യുഗം തുറക്കാൻ സമയമായി. One era is going to be opened. ഒരു യുഗം തുറക്കാൻ സമയമായി. It is the beginning of a new era. ഒരു യുഗത്തിന്റെ ആരംഭത്തിന് സമയമായി. It's the beginning of a new era. ഒരു യുഗം തുറക്കാൻ സമയമായി. It's the beginning of a new era. 2021 നോക്കി പ്രവചിച്ചു പറ ഒരു യുഗത്തിന്റെ ആരംഭമാണ്. ഒരു യുഗത്തെ കർത്താവ് തുറക്കാൻ ചിലതിനെ കർത്താവ് പൂട്ടിയിട്ടു. ആമേൻ. ഒരു യുഗത്തിന്റെ ആരംഭത്തിന് വേണ്ടി എന്നെയും നിന്നെയൊക്കെ കർത്താവ് ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടു. See, God has locked you and me inside for the beginning of a new era. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? Do you believe? ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? Do you believe? എന്തുകൊണ്ടാണ് 2020 ലോക്ക്ഡൌൺ വന്നതിന്റെ ഒറ്റ ആശയം ഇത്രേ ഉള്ളൂ, ദൈവത്തിന് ചിലത് തുറക്കണം. See, why lockdown happened in 2020? It is because of one thing, God want to begin something new. എന്തുകൊണ്ടാണ് കർത്താവേ എന്നെ ഇതിനകത്ത് കയറ്റി നിർത്തിയത്? നിന്നിലൂടെ എനിക്കത് തുറക്കണം. See, why God put you inside that? Because God wants to open that through you. എന്തുകൊണ്ടാണ് കർത്താവേ എന്റെ കുടുംബത്തെ മാത്രം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്? നിന്നെ കൊണ്ട് തന്നെ എനിക്കത് ചെയ്യണം. Maybe you will asking like, why God you have made my family inside this lockdown? Because God wants to do that through your family. ബൈബിൾ പറയുന്നു ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെടും. Bible says because of this something is being fulfilled. ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. Because of this something is being fulfilled. അധരം തുറന്ന ശബ്ദം ഉയർത്തി പറഞ്ഞ് ഇതിനാൽ ചിലത് നിവർത്തിക്കപ്പെടും. Because of this something is being fulfilled. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ we are going to step into a new year. ഒരു വർഷത്തിൽ കർത്താവ് ചെയ്ത വലിയ പ്രവചനങ്ങൾ അവിടെ കൊണ്ട് നിവർത്തിക്കുകയാണ്. See, God is fulfilling all those prophecies which He has given to you in this year. 2021 കാലെടുത്തു വെക്കുമ്പോൾ In 2021, when you are stepping to 2021, ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. God is starting a new era. എല്ലാ കണ്ണുകളും ദയവായി അടച്ചു. Close your eyes. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇനിയില്ല. See, don't ask why. എന്തുകൊണ്ടെന്ന ചോദ്യം ഇനി ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയല്ല. We can't ask no more questions like why God. കാര്യം ഞങ്ങൾക്കറിയാം അടുത്തൊരു ചലനത്തിന് സമയമാണ്. See, you know that it is the beginning of a new movement. ഒരു വലിയ ചലനത്തിന് സമയമായി. The beginning of a new movement. Come on, എല്ലാ കണ്ണുകളും അടച്ച് ചില മിനിറ്റുകൾ അധരം തുറന്ന് അന്യഭാഷ ലഭിച്ചവരുണ്ടെങ്കിൽ Close your eyes and for some moment അധരം തുറന്ന് ചില മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? താങ്ക് യു ജീസസ്. അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചു. ഒരു പുതിയ യുഗത്തിന്റെ ആരംഭം കുറിക്കുകയാണ്.
God is beginning a new era. ഒരു പുതിയ ആരംഭത്തെ കർത്താവ് കുറിക്കുകയാണ്. Beginning of a new era. ഒരു പുതിയ ആരംഭത്തെ കർത്താവ് ചെയ്യുകയാണ്. Beginning of a new era. ഒരു പുതിയ മിസ്റ്ററി കർത്താവ് തുറക്കുകയാണ്. God is revealing a new mystery. ആ വാക്യം ഒരിക്കൽ കൂടെ, അവൻ മുൻപും പിൻപുമായി അവൻ എന്നെ അടച്ചു. God has locked him from behind and ahead. അവന്റെ കരം എന്റെ ശിരസിൽ ഒരു ഭാരമായി വെച്ചു. He kept his hand as a burden upon my head. അടയപ്പെട്ട വാതിലിനെ നോക്കി ഞങ്ങൾക്ക് പറയാൻ ഒരു ദൂതുണ്ട്. We have a prophecy looking at those closed doors. ഈ പരിജ്ഞാനം എത്ര അത്ഭുതമാണ്.